നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനായിട്ടില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ലോക്സഭയിലേക്ക് ഇനിയൊന്ന് എത്തി നോക്കാൻ പോലും താൻ തയ്യാറല്ല എന്നാണ് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കെ മുരളീധരൻ പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നടിച്ചു. ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് തന്റെ തീരുമാനം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുരളീധരൻ തുറന്നു പറഞ്ഞതാണ്. അതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊന്നും തന്നെ ഇനി വേണ്ട. കാരണം അവിടെ മത്സരിക്കാനായി ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഇനി വയനാട്ടിലെ ലോക്സഭാ മണ്ഡല തിരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ വരുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രം വയനാട്ടിൽ പ്രചാരണത്തിനായി പോകും. അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിലെ ഒരംഗം മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം വട്ടിയൂർക്കാവിൽ ഇനി ചില സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തന്നെ പരിഹരിക്കണം. അവിടെ ഇനി മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് പോലും പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്നിരുന്നാൽ പോലും മുരളീധരൻ ഏറ്റവും അധികം താല്പര്യമുള്ള മണ്ഡലം അത് വട്ടിയൂർക്കാവ് തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിനുള്ള കാരണവും അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മത്സരിക്കണമോ മാറി നിൽക്കണമോ എവിടെ മത്സരിക്കണം എന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എൻ്റെ ചോയ്സ് എപ്പോഴും വട്ടിയൂർക്കാവാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സജീവമായി തന്നെ ഇറങ്ങും. അതിനു മുൻപ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രചാരണത്തിനായി ഇറങ്ങും. തൽക്കാലം തിരുവനന്തപുരത്ത് മാത്രം പാർട്ടിയെ നയിക്കാനാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വട്ടിയൂർക്കാവ് എന്നത് തന്റെ സ്വന്തം കുടുംബം പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. വടകര MP ആയിരുന്ന സമയത്ത് പോലും ആഴ്ചയിൽ 2 ദിവസം വട്ടിയൂർക്കാവിൽ വരാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനമാനങ്ങളൊന്നും തനിക്കില്ല. സ്വതന്ത്രനാണ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ സജീവമായിട്ടുണ്ടാകും. സ്വന്തം ഇഷ്ടപ്രകാരമല്ല വട്ടിയൂർക്കാവ് വിട്ടു പോയതും. പാർട്ടി പറഞ്ഞിട്ട് വടകരയിലേക്ക് പോയി. അവിടെ നിന്നും തൃശ്ശൂരിലേക്ക് മാറാൻ പറഞ്ഞു. അങ്ങോട്ടേക്ക് മാറി. അവിടെ തോൽവി അനുഭവിച്ചറിഞ്ഞു. ഇനിയുള്ള 1-2 വർഷക്കാലം വട്ടിയൂർക്കാവിൽ തന്നെ ഉണ്ടാക്കും. വട്ടിയൂർക്കാവിൽ പല മേഖലകളെ കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനത്തിൽ മുഴുകാൻ തന്നെയാണ് മുരളീധരന്റെ തീരുമാനമെന്ന് വേണം ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ. അതുകൂടാതെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ വിജയം ഉറപ്പ് എന്നുള്ള കാര്യം തന്നെയാണ് മുരളീധര പക്ഷം ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നു. വേണ്ടി വന്നാൽ ആ സ്ഥാനത്തേക്ക് മുരളീധരനെ എത്തിക്കുമെന്ന് സുധാകരൻ പോലും പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിന് ഒരു കുഴപ്പവുമില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിൽ തന്നെയാണ് 20-ൽ 18 നേടാനായി കഴിഞ്ഞതെന്ന് മുരളീധരൻ വ്യക്തമാക്കി. KPCC അധ്യക്ഷനാകണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് പ്രവർത്തകരുടെ വികാരം മാത്രമാണെന്നും സാമുദായിക സമവാക്യങ്ങൾ നോക്കിയാണ് സാധാരണഗതിയിൽ KPCC അധ്യക്ഷനെ തീരുമാനിക്കേണ്ടതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ K മുരളീധരൻ ഇനി നയിക്കട്ടെ എന്നുള്ള ബോർഡുകൾ കേരളത്തിൽ ഉടനീളം പലയിടത്തായി കാണാനിടയായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ടതിന് പിന്നാലെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് തന്നെ തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കുന്നുവെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. ഇനി മത്സരിക്കാനേ താനില്ല എന്നും പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളും പല ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.